വെസ്റ്റ് ബംഗാളിലെ 164, 165 ബൂത്ത് കോൺട്രവേഴ്സി നടക്കുമ്പോൾ അതിന്റെയൊക്കെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. 4000-ഓളം EVM മെഷീൻസ് ആണ് വെസ്റ്റ് ബംഗാളിൽ കത്തി നശിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ വെസ്റ്റ് ബംഗാൾ അസംബ്ലി ഇലക്ഷന് ഉപയോഗിച്ചിട്ടുള്ള അതേ EVM മെഷീൻ ആണ് ഇവിടെ കത്തിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കത് വിശദമാക്കാം. അതിനു മുൻപായി ബൂത്ത് നമ്പർ 164, 165 കോൺട്രവേഴ്സീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 3 കോൺട്രവേഴ്സീസ് ആണുള്ളത്, 3 പ്രശ്നങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും ചെറിയ ഒരു പ്രശ്നം നമുക്ക് ആദ്യം സംസാരിക്കാം. അതായത് ബൂത്ത് നമ്പർ 164 സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 165-ാമത്തെ ഒരു ബൂത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഒരു ഫാമിലിയിലുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്യണം, കുറച്ചുപേർ ബൂത്ത് നമ്പർ 164-ലും കുറച്ചുപേർ 165-ലും പോയിട്ട് വോട്ട് ചെയ്യണം. അതായത് ഒരു ഫാമിലിയിൽ പാരന്റ്സ് ഒരുപക്ഷെ 164-ാമത്തെ ബൂത്തിലായിരിക്കും വോട്ട് ചെയ്യേണ്ടത്, എന്നാൽ ഇവരുടെ കുട്ടികൾ 165-ാമത്തെ ബൂത്തിലായിരിക്കും, അല്ലെങ്കിൽ വൈസ് വേഴ്സ, നേരെ തിരിച്ചിട്ട്. അങ്ങനെയുള്ള അവസ്ഥയാണ്. പക്ഷേ അത് വലിയൊരു പ്രശ്നമല്ല, കാരണം ചിലയിടങ്ങളിൽ ഇത് കണ്ടു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമല്ല. പക്ഷെ മറ്റൊരു പ്രശ്നമാണ് അടുത്തതായിട്ട്, അതായത് കൗണ്ടിങ്ങിനെ പറ്റിയുള്ള ഒരു പ്രശ്നമാണ്. അതായത് കൗണ്ടിങ്ങിൽ പറ്റില്ല പ്രീ നോട്ടിഫൈഡ് കൗണ്ടിങ് എന്ന് പറയുന്നത് 17 റൗണ്ട് കൗണ്ടിങ് ആയിരുന്നു പ്രീ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യത്തെ 16 റൗണ്ട് എന്ന് പറയുന്നത് 16 റൗണ്ട് എന്ന് പറയുന്നത് 20 EVM വെച്ചിട്ടും അതുപോലെ ലാസ്റ്റത്തെ റൗണ്ട് 10 EVM വെച്ചിട്ടുമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു റൗണ്ട്, അതായത് 18-ാമത്തെ റൗണ്ടും കൂടി വന്നു. അതായത് 18 റൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ 18-ാമത്തെ റൗണ്ട് കൗണ്ടിങ് ബൂത്ത് നമ്പർ 164-ലുമായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. ഈ ബൂത്ത് നമ്പർ 164 ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വോട്ടിങ്ങിന്റെ അന്ന്. ഏകദേശം 2 മണിക്കൂറോളം വോട്ടിംഗ് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണോ വോട്ട് ചെയ്തിട്ടുള്ളത് അതിനേക്കാളും 52 വോട്ടുകൾ കൂടുതൽ EVM-ൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയാണ് 2 മണിക്കൂറോളം വോട്ടിംഗ് അവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൗണ്ട് ചെയ്യുന്ന സമയത്ത്, അതായത് റൗണ്ട് 18-ാമത്തെ റൗണ്ട് കൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്പിൾ പൊളിറ്റിക്കൽ പാർട്ടി ജോയിൻ ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. VVPAT കൂടി എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം ബൂത്ത് നമ്പർ 164-ലെ. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 17-ാമത്തെ റൗണ്ട് കഴിയുമ്പോഴേക്കും BJP കാൻഡിഡേറ്റ് പീയൂഷ് എന്താണ് പുറകിലാണ്, TMC കാൻഡിഡേറ്റ് ആണ് മുന്നിലുള്ളത്, ലീഡ് ചെയ്യുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 18-ാമത്തെ ദ ഫൈനൽ റൗണ്ട്